മദീനയിൽ വലിയൊരു ചുമട് ചുമന്നുകൊണ്ട് ഒരു കച്ചവടക്കാരൻ നിൽക്കുകയായിരുന്നു. ഭാരിച്ചൊരു ചുവടുമായി ഷാമിൽ നിന്നും കാൽനടയായി വരികയാണ് അയാൾ. വലിയ ചുമടും ചുമന്ന് ഒരുപാട് ദൂരം നടന്നതിനാൽ കച്ചവടക്കാരൻ വല്ലാതെ ക്ഷീണിതനാണ്. ഇനി ഇതും ചുമന്ന് ഒരടി നടക്കാൻ പോലും അയാളെ കൊണ്ട് കഴിയില്ല. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താനാണെങ്കിൽ ഇനിയും ഒരുപാട് നടക്കാനുമുണ്ട്. ഒരു ചുമട്ട് തൊഴിലാളിയെ കിട്ടിയിരുന്നെങ്കിൽ വലിയ ആശ്വാസമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് 4 പാടും അയാൾ തിരിഞ്ഞു. അപ്പോഴാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നല്ല മെഴുക്കരുത്തുള്ള ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടത്. അയാൾ ഒരു ചുമട്ടുതൊഴിലാളിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ചുമടെടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചുമടെടുത്ത് എൻ്റെ താമസസ്ഥലത്തേക്ക് എത്തിക്കണം, ഇങ്ങോട്ട് വേഗം വരൂ. ഇത് കേട്ടപാടെ ആ മനുഷ്യൻ വന്നുകൊണ്ട് കച്ചവടക്കാരൻ്റെ ആ ചരക്കുകൾ എടുത്ത് തലയിൽ ചുമന്ന് കച്ചവടക്കാരൻ മുന്നിലും ചുമട്ടുകാരൻ പിന്നിലുമായി നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ വഴിയരികിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ടു. ചുമടുമായി വരുന്ന ആളെ കണ്ടപ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു വിസ്മയവും വിഭ്രാന്തിയും ഉണ്ടായി. ആളുകൾ ചോദിച്ചു, അമീർ, എന്താണിത്? ഈ വലിയ ചുമടുമായി അങ്ങ് എങ്ങോട്ടാ പോകുന്നത്? ആ ചുമടിങ്ങ് തരൂ, ഞങ്ങൾ ചുമക്കാം. അവർ അദ്ദേഹത്തിൽ നിന്ന് ചുമട് പിടിച്ചു വാങ്ങാൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ ആ ചുമട് അദ്ദേഹം അവർക്ക് നൽകിയില്ല. ഇതേ സമയം കച്ചവടക്കാരൻ ചിന്തിച്ചു, അമീർ, ഇങ്ങനെയാണല്ലോ ഇയാളെ അവരൊക്കെ വിളിച്ചത്. ഇയാൾ അമീറാണോ? ഏത് അമീറാണ്? കച്ചവടക്കാരൻ അവിടെ കൂടിയ ആളുകളോട് ചോദിച്ചു, അമീറോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരുടെ അമീർ? എവിടുത്തെ അമീർ? ഉടൻ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അതെ, ഞങ്ങളുടെ അമീർ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് ഇദ്ദേഹം. ഇത് കേട്ട വ്യാപാരി കുറ്റബോധവും ലജ്ജയും കൊണ്ട് തല കുനിച്ചുപോയി. ആ വ്യാപാരി പെട്ടെന്ന് സൽമാനുൽ ഫാരിസിക്ക് മുമ്പിൽ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, മാപ്പാക്കണം, ദയവായി അങ്ങ് ചുമട് താഴെ ഇറക്കണം. എന്നാൽ അമീർ ഒരു കുലുക്കവുമില്ലാതെ ആ ചുമടും ചുമന്ന് നടക്കുകയാണ്. അദ്ദേഹം ഉറച്ചു തന്നെ നിന്നു. തലയിൽ നിന്നും ചുമടെടുക്കാൻ കൂട്ടാക്കിയില്ല. വ്യാപാരിയുടെ വീട് വരെ എത്തിച്ചു. ചുമട് വ്യാപാരിയുടെ വീട്ടിലെത്തിച്ച ശേഷം മദായിനുകാരുടെ പ്രിയപ്പെട്ട അമീർ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ 3 കാര്യങ്ങളാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത്. ഒന്നാമതായി, എൻ്റെ അഹംഭാവം പമ്പ കടന്നു. രണ്ടാമത്, എൻ്റെ ഒരു സഹോദരനെ സഹായിക്കാനായതിലുള്ള ചാരിതാർത്ഥ്യവും. മൂന്നാമത്, ഇത് ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഈ ചുമട് ഏതെങ്കിലും ബലഹീനനായൊരു തൊഴിലാളിയെ കൊണ്ട് താങ്കൾ എടുപ്പിക്കും. അയാൾ അതിൽ നിന്നും രക്ഷിക്കാനായതിലുള്ള സന്തോഷവും. ഇങ്ങനെയുള്ള ഭരണാധികാരികളും നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്.